ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല മല്ലിയുടെ മണം. അപ്പൊ നമുക്കൊരു പുതിയൊരു സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കറങ്ങുന്നില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ. അപ്പൊ നമ്മളിന്ന് പൊള്ളാച്ചിന്ന് കുറെ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് ഇതേ ഇപ്പൊ തിപ്പമ്പട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയേക്കണേണ്. പൊള്ളാച്ചിന്ന് ഒരു 13 കിലോമീറ്റർ മാറിയിട്ടാണ് തിപ്പമ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഈ കാണുന്നത് തിപ്പമ്പട്ടിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കാറ്റിൽ മാർക്കറ്റ് ആണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കാറ്റിൽ മാർക്കറ്റിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഇന്ന് ശരിക്കും ഒരു ലേലം ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ ലേലവിളിയെല്ലാം കഴിഞ്ഞ് ലേലവിളി തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മണി, രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് ഒരു 11 മണി വരെയാണ് ലേലത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ. ആ സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അത്രയും തിരക്കായിരിക്കും. കാരണം വിളിക്കുന്ന ആളുകളുടെയും ഈ പശുവിനെയും ഇതിനെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുന്ന ആളുകളുടെ ഒക്കെ തിരക്കായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് വന്ന പക്ഷെ നമുക്ക് ആ ഒരു ലേലം വിളിക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്നതെന്ന് പറഞ്ഞ ഒരു ആ സമയമൊക്കെ ആ സമയമെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. ദേ കുറെ എണ്ണത്തിന് ഇവിടെ വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാം ഈ ലേലം വിളി കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കിടക്കുന്ന കൂട്ടം കൂട്ടമായിട്ട് ഇരിക്കുന്ന ഈ പശുക്കളേക്കാം അവിടെ വണ്ടിയിൽ കയറ്റി ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുപോയി. ഇപ്പൊ കുറെ എണ്ണമെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞെന്നാണ് അവിടെ ആ ചേട്ടന്മാര് പറഞ്ഞത്. കുറെ എല്ലാത്തിനെയും കൊണ്ടുപോയി. ഇപ്പൊ ബാക്കിയുള്ളത് അതൊക്കെ ഇനിയിപ്പോ 1-2 നാളെയും അടുത്ത ദിവസമൊക്കെ ആയിട്ട് ഇവർ കൊണ്ടുപോകും ലേലം വിളിച്ച് കഴിഞ്ഞതിനെല്ലാം. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ലേലം വിളിക്കാൻ ആൾക്കാർ വന്നിട്ട് ലേലം ചെയ്ത് നിർത്തിയിരിക്കുന്ന പശുക്കളും കാളകളൊക്കെയാണ് ഈ പുറകിൽ കാണുന്നത്. അപ്പോൾ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചകളിലുമാണ് ഇവിടെ ലേലം വിളി നടക്കുന്നത്. അപ്പോൾ ലേലം വിളിക്കുന്ന സമയത്ത് ഇവിടെ ഓരോരുത്തർ വന്ന് ലേലം ചെയ്ത് മറ്റുള്ള കാളകളെയൊക്കെ ഇങ്ങനെ ഓരോ സെറ്റായിട്ട് ഇവിടെ ഇങ്ങനെ മാറ്റി മാറ്റി നമ്പർ ഇട്ട് നിർത്തുവരും. നമ്പർ ഇട്ട് നിർത്തിയിരിക്കുന്ന കാളകളെല്ലാം ഇപ്പം ഈ വണ്ടി പോകണുണ്ടോ, ഓരോരുത്തർ ലേലം ചെയ്ത കാളകളെല്ലാം ഇങ്ങനെ വണ്ടികളിൽ കയറ്റിയിട്ട് അവരുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ പൊള്ളാച്ചിന്ന് പോന്ന്. അപ്പോൾ പൊള്ളാച്ചിന്ന് ഉടുമൽപേട്ട് പോകുന്ന റൂട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഉടുമൽപേട്ട് പോകുന്ന റൂട്ടിൽ ഇവിടെ നിറയെ കാറ്റാടിപ്പാടങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ കാറ്റാടികളാണ് ബാക്കിൽ ഇങ്ങനെ കാണുന്നത് കേട്ടോ. കാണാൻ പറ്റണ്ടോന്നൊന്നും എനിക്കറിയാൻ പാടില്ല, ഒരുപാടുണ്ട് ഈ ഏരിയയിൽ. നമ്മൾ പൊള്ളാച്ചിന്ന് ഉടുമൽപേട്ട് പോരുന്ന റൂട്ടിലാണ് ഈ കാറ്റാടിപ്പാടങ്ങൾ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റണത്. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് നടന്നിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്, ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ ആ റോഡ് സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ നടന്ന് വരാൻ നേരത്ത് നമുക്ക് ഒത്തിരി കാണാൻ പറ്റും. ഇങ്ങനെ റോഡിൽ കൂടി വണ്ടി ഓടിച്ച് വരുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇങ്ങനെ കറങ്ങണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു ആ മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക്. ആ ഷോർട്ട് കട്ട് കയറി അകത്തേക്ക് ഇങ്ങനെ കുറച്ച് വരുമ്പോഴാണ് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഫുള്ളിങ്ങനെ കാണാൻ വേണ്ടി പറ്റണത്. ഇതേ ഇവിടെ ഉണ്ട് കേട്ടോ, ഈ സൈഡിലുണ്ടേ കുറേ ഉണ്ട്. വലിയതാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിങ്ങനെ അല്ല, ഒരുപാട് ഡിസ്റ്റൻസിലാണ് ഇതിങ്ങനെ നിൽക്കണത്. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കണ പോലെ അവിടെ ഒരെണ്ണം വലുതും ഒരു കുഞ്ഞതും ഉണ്ട്. ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് ചിലത് തമ്മിൽ.
ചിലത് നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്, അതിൻ്റെ തൊട്ട് താഴെ ഒരു കുറച്ച് ഹൈറ്റ് കുറഞ്ഞതുണ്ട്. അങ്ങനെയൊക്കെ. അതെ, അവിടെ കാണുന്നത് ഏറ്റവും ടോപ്പിൽ നല്ല ഹൈറ്റിലാണ് ഉണ്ടത്. ഇപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ അത്രയും ഹൈറ്റിൽ ഇങ്ങനെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ടൈപ്പ്. നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ അരിയിലൊക്കെ കുറേ തെങ്ങും തോപ്പും കൃഷിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഗ്രാമപ്രദേശങ്ങളാണ് ഇതെല്ലാം. ഉള്ളിലേക്ക് മാറിയിട്ടുള്ള, അതായത് ടൗണിൽ നിന്നൊക്കെ മാറി കുറച്ചൊക്കെ മാറിയുള്ള ചെറിയ ഗ്രാമപ്രദേശങ്ങളാണ് പൊള്ളാച്ചിയിൽ ഉള്ള. അതായത് കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിൽ പൊള്ളാച്ചിക്കും ഉടുമൽപേട്ടിനും ഇടക്കാണ് ഏറ്റവും കൂടുതൽ കാറ്റാടിപ്പാടങ്ങൾ കാണാൻ പറ്റുന്നത്. നമ്മുടെ ഈ കാറ്റാടിപ്പാടത്തിൻ്റെയൊക്കെ ഈ ഒരു സൈഡിലുണ്ടല്ലോ കുറേ തെങ്ങും തോപ്പുകളുണ്ട്. അതുകൂടാതെ ഇതുപോലത്തെ ഇങ്ങനത്തെ ചെറിയ മണ്ണ് വഴിയാണ് കേട്ടല്ല. ഇവരില്ലേ ഈ തെങ്ങും തോപ്പുകളുടെ ഇടയിൽ വെണ്ടയ്ക്ക കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ട് ഇങ്ങനത്തെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ കാണുന്നത് കൃഷിയാണ് ഇവരുടെ മെയിനായിട്ടുള്ളത്. കന്നുകാലി വളർത്തലും കൃഷിയും. അപ്പോൾ ഇവിടെ കുറച്ച് വെണ്ടയ്ക്ക ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ എന്തായാലും കാണിച്ചു തന്നേക്കാം. വെണ്ട നട്ടേക്കണേണ്. ഇതുണ്ട്, വെണ്ടയാണ് ഈ കാണുന്നത്. ഇതെല്ലാം വെണ്ടയാണ്. ഇതേണ്ട പൂവുണ്ടായിക്കണം. എല്ലാത്തിലും വെണ്ട ഉണ്ടായിട്ടുണ്ട്. കണ്ട ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇവർ ഇവിടെ ഈ കാണുന്ന എല്ലാം ഈ തെങ്ങുന്നപ്പിൻ്റെ ഇടയിൽ നിൽക്കുന്ന എല്ലാം വെണ്ടയാണ്. എല്ലാത്തിലും വെണ്ട ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് വെള്ളം വീഴാനായിട്ട് ഇവിടെ ആരും നനക്കാനൊന്നും വരൂലെന്ന് തോന്നണം. വെള്ളം ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ വീഴാനായിട്ട് ഇങ്ങനെ ഓസിട്ട് കൊടുത്തേക്കാം. അതിൻ്റെ കൂടി അതെ അതിൽ തൊടല്ലേ, കറണ്ടല്ലേ ഇത്. കാറ്റാടിപ്പാടത്തിൻ്റെ സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഉടുമൽപേട്ട റൂട്ടിൽ തന്നെ പോകേണ്ടത്. ഇതിപ്പോൾ അവർ ഉള്ളിലേക്കുള്ളൊരു വഴിയായിരുന്നത്. ഇവിടെ അടുത്ത കൃഷി എന്തോ ചെയ്യാൻ വേണ്ടി കിളച്ച് മറിച്ചിട്ടേക്കണേ. വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും വെണ്ടക്ക കൃഷി. ഇതാണ്ട് ഇവിടെ വീടുണ്ട് കേട്ടോ. ഇതൊരു വീടാണേ. കാറ്റാടി. ഓ ഇവിടെ വേറെന്തോ കൃഷി ചെയ്തിട്ടുണ്ട്. പയറാ. ചെറുപയറാണത്. ഇതൊക്കെ ഇവിടുത്തെ ഈ ജോലി കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഉടമസ്ഥന്മാരുടെ നോട്ടക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. പാവങ്ങളാണ്. കാറ്റാടിപ്പാടം ഇവിടെ ആ സൈഡിൽ കണ്ടില്ലേ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ മുന്നോട്ട് വരാൻ നേരത്ത് എല്ലായിടത്തും തന്നെ ഈ കാറ്റാടിയാണ് കേട്ടോ. അപ്പോൾ ഈ കാറ്റാടിപ്പാടങ്ങൾ ഇങ്ങനെ കാണുന്നതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ താഴെയെല്ലാം ഇവർ മല്ലിയില്ലേ, മല്ലി അങ്ങനെ കുറേ എന്തോ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴത്തിറങ്ങിപ്പോയിട്ട് അതെന്താണെന്നൊന്ന് കണ്ടിട്ട് വരാൻ പാ. ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല മല്ലിയുടെ മണം. അത് മാത്രമല്ല ഈ കാറ്റാടിപ്പാടം നോക്കിക്കേ. അല്ല കാറ്റാടിപ്പാടമല്ല, കാറ്റാടി കണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ. കാറ്റാടി ഉണ്ട്. പിന്നെ അതെ ഈ സൈഡിൽ കാണുന്നത് മല്ലിയാണ്. ഇത് ഫുള്ള് മല്ലിയാണ് കേട്ടോ. നല്ല സ്മെല്ലാണ് ഇന്നിവിടെ. ആ റോട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. ഇതൊക്കെ അതിൻ്റെ നടുക്കാണ്. നടുക്കല്ല കേട്ടോ, ഇതിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നടുക്ക് നിൽക്കണേന്ന് തോന്നും. പക്ഷെ ആ കാറ്റാടി ശരിക്കും പറഞ്ഞാൽ ആ കുറേ ബാക്കിലാണ്. വേറെ ഇതെന്താണ്? കടല. കേരള. ഇല്ല കേരള. ശരി, ഈ മണിക്കടലാണെന്നിത്. കടലയുടെ ചെടിയാണെന്നിത്. അങ്ങോട്ടെല്ലാം കുറെ നടന്ന് കാണാമോ?
ഓക്കെ ഓക്കെ ഓക്കെ. നല്ല രസമുണ്ട് ഈ സ്ഥലം കാണാൻ. ആകെ പച്ചപ്പും ഹരിതാപയും. അയ്യോ ദേ നിന്നല്ല കറക്കം നിന്നല്ല. ഞാനേ ഇങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ കുറേ കാറ്റാടി നമ്മൾ നേരത്തെ അവിടെ എടുത്തതാണല്ലോ. അപ്പോൾ ഇങ്ങനെ കാറ്റാടി ഇങ്ങനെ കണ്ട് 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 ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ കൃഷി ചെയ്തേക്കണത് കണ്ടത്. അപ്പോൾ ഹെൽമെറ്റ് ഒന്നും ഊരാനുള്ള സമയം കിട്ടിയില്ല. വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി ഇങ്ങോട്ട് പോരണമായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ, ഹെൽമെറ്റ് വെച്ചേക്കണോണ്ട്. എന്തായാലും എനിക്ക് വെയിൽ കിട്ടണില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. ആ ചേട്ടന്മാർ അവിടെ എന്തോ ഒരു മരുന്ന് തളിക്കണേണെന്ന് തോന്നണ്. നമുക്ക് നോക്കാം. ഈ നിലക്കടല, ഈ മണിക്കടലെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അവിടെ ചോദിച്ചു നോക്കാം. ഒരു മരുന്ന് തളിച്ചുകൊണ്ടിരിക്കണേ. ഈ ഒരു ഭാഗത്ത് ഫുള്ള് കടല. ഇത് കണ്ടോ, നോക്ക് കണ്ടോ, ബാക്കി നോക്കിക്കേ, ഫുള്ള് കടലയാണ് നട്ടേക്കണ. ഈ ഒരു സൈഡിലുണ്ട്, ഈ ഒരു സൈഡിൽ ഫുള്ള് കടലയാണ്. എന്തേ എൻ്റെ ഈ ബാക്കിൽ ഈ ഒരു സൈഡിൽ കാണുന്നത് ഫുള്ള് മല്ലിച്ചീരയാണ്. അടിപൊളി, നല്ല രസം. ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാം നമുക്ക്. ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. ആ ചേട്ടനോട് ചോദിക്കട്ടെ. ചേട്ടാ, ഇപ്പൊ ആയിട്ടുണ്ടാവോ ഇത്? ഓ, അതെങ്ങനെ അറിയും? 2 മാസം ആവോ അല്ലേ? ഇതിപ്പോ നട്ടിട്ട് എത്ര നാളായപ്പോ? 1.5 മാസം ആയല്ലേ? 4 മാസം കഴിയുമ്പോഴാണ് പറിക്കുള്ളൂ. ഓ, വേറെ എന്തൊക്കെയുണ്ട്? ഇത് ഫുൾ കടലയാണോ? ആ, കൊത്തമല്ലിയും കടല. അത് ഞാൻ കണ്ട്, മല്ലി കണ്ട്. മല്ലിയും കടലയും മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. വെള്ളമെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണോ ചെയ്യണോ? അല്ലാതെ അയ്യോ. ആ, ഓ, ചേട്ടൻ്റെ ആണോ ഇതെല്ലാം? ആ, അത് ശരി. പേരെന്താ? മനോഹരൻ. ഇവിടെ നാട് ഇവിടെ തന്നെ? ആ, അത് ശരി. എന്താ ഇടത്തിന് ഫോട്ടോ വെച്ചെല്ലാം വന്നിട്ടോ? ആ, കാക്കനാട് പള്ളിക്കര. ആ ചേട്ടൻ പറഞ്ഞെന്താണെന്നറിയാമോ, അവർക്ക് ഇവിടെ വെള്ളം കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ ചേട്ടൻ ഇതേ വണ്ടിക്ക് പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഒഴിക്കാനായിട്ട് കൊണ്ടുപോവാണ്. ഇപ്പം അവരിവിടെ ഈ മരുന്ന് എല്ലാ ഇതിലും തളിക്കണേണ് മരുന്നെല്ലാം. ഇങ്ങനെ ഒരുപാട് ഏക്കർ കണക്ക് സ്ഥലം ഉണ്ടിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇതൊന്നുമല്ല, അങ്ങറ്റം കണ്ണെത്താ ദൂരം വരെ ഇങ്ങനെ നീണ്ട് കിടക്കണേണ് ഈ സ്ഥലം. ഇവിടെ അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളു കാണാനായിട്ട്. അതായത് മല്ലിച്ചീര ഉണ്ട്. അപ്പോൾ അതിനി 4 മാസം കഴിയുമ്പോഴാണ് ഇവർ വിളവെടുക്കണം, നട്ട് കഴിഞ്ഞിട്ട്. ഇപ്പം 2 മാസമായിട്ടുള്ളൂ നട്ടിട്ടെന്ന്. അപ്പം പിന്നെ 4 മാസം കഴിയുമ്പോൾ ഇതെല്ലാം വിളവെടുക്കും. ഇവിടെ മല്ലിയും കടലയും മാത്രം ഈ ഏരിയയിൽ ഫുള്ളും നട്ടേക്കണത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇവിടെ ഇഷ്ടപ്പെട്ടില്ലേ? നല്ല രസമുണ്ട്. നല്ല രസം എന്ന് പറഞ്ഞാലേ ഇങ്ങനെ ചുറ്റും ഈ കാറ്റാടി ഇങ്ങനെ ഉണ്ട്. കാറ്റാടി ഇങ്ങനെ കാണാം. അതുകൂടാതെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഈ കൃഷി ഇങ്ങനെ ചെയ്തേക്കണോണ്ട് ഫുൾ പച്ചപ്പും ഹരിതാപയാണ്. എന്താണ്? ആ, യൂട്യൂബ് ചാനൽ. ആ, ഇതേ നമുക്ക് പുതിയൊരു സബ്സ്ക്രൈബറിനെ കിട്ടിയേക്കണേ. ഇത് വേണ്ട, ആ ചേട്ടൻ മൊബൈൽ വന്നേക്കണേണ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. സോണിയ. ഞാൻ വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് പോകണമായിരുന്നേ. അപ്പം ആ ചേട്ടൻ ഇതെന്തിനു വേണ്ടി എടുക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് യൂട്യൂബ് ചാനലിന് വേണ്ടി എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും ചേട്ടൻ ഫോൺ തന്നിട്ട് ചേട്ടൻ്റെ ഫോണിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പം നമുക്കൊരു പുതിയൊരു സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ചേട്ടന് നമ്മൾ വീഡിയോ ഇടുമ്പോൾ കാണാമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തു.
അപ്പോൾ ഇവിടുത്തെ കാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമുക്ക് ഇവിടുത്തെ കാഴ്ചയും കാണാൻ പറ്റി, നമുക്കൊരു സബ്സ്ക്രൈബറിനെ കിട്ടി. ഞാൻ ഹാപ്പി, ചേട്ടന് ഹാപ്പി. തുടങ്ങിയിട്ടില്ല. ഓക്കെ, പൈസ കിട്ടുമോ എന്നാണ് ചേട്ടൻ ചോദിച്ചത് യൂട്യൂബിൽ നിന്ന്. പൈസ ഒന്നും കിട്ടാറായിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ വന്നുകൊണ്ട് എനിക്ക് ഒരു പുതിയൊരു സബ്സ്ക്രൈബറിനെ കിട്ടി. എനിക്ക് ഈ കാഴ്ചയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. ഇവിടെ നല്ല രസമാണ് ഇവിടെ നിൽക്കാനായിട്ട്. പോരാൻ തോന്നുന്നില്ല, പക്ഷെ എന്തായാലും പോവാതെ വേറെ നിവൃത്തിയില്ല. കാരണം ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് കൊടൈക്കനാൽ എത്തണം. പോയിട്ടില്ല. ഇവിടെ വഴിയരികിൽ ആട്ടുകൂട്ടം. ചേട്ടനാണ് എത്ര എണ്ണം ഉണ്ട്? 500. കുറുമ്പയാട് ആട് 7,000 ഒരാട് ഇവിടെ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കില്ലേ വഴിയരികിൽ കുറെ ആട്ടും കൂട്ടം. നമ്മളിത് ഇതുവഴി പോകുമ്പോഴേ നമുക്ക് ദൂരെ നമുക്ക് പഴനി മല കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മള് ഇപ്പൊ പഴനിയുടെ അടുത്ത് എത്താറായിട്ടുണ്ട്. നമ്മൾ പഴനി അമ്പലത്തിന്റെ ആ ഒരു സൈഡിലേക്കൊന്നും പോണില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ റോഡിലൂടെ പാസ് ചെയ്ത് പോകുമ്പോ ഇതൊന്നും ഇങ്ങനെ ഒന്ന് കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ദേ ഇങ്ങനെ ഈ മരങ്ങളുടെ ഇടയിലൂടെ കാണാൻ പറ്റണ്ട ചെറുതായിട്ട്. ദേ ഇപ്പൊ നന്നായിട്ട് കാണാൻ പറ്റുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ പഴനി മല. ആ ദൂരെ കാണുന്നതാണ്. ചിലപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് ചെല്ലുമ്പോഴേക്കും നന്നായിട്ട് കാണാൻ പറ്റുമായിരിക്കും, കുറച്ചും കൂടി അടുത്ത് കാണാൻ പറ്റുമായിരിക്കും. ഹലോ, അപ്പോൾ നമ്മൾ പൊള്ളാച്ചിയിലെ കാഴ്ചകളൊക്കെ ഏകദേശമൊക്കെ കണ്ടു കഴിഞ്ഞ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പളനി അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് നിൽക്കണം. അമ്പലത്തിൻ്റെ ആ ഒരു സൈഡ് നമ്മൾ കവർ ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ ഈ റോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പളനിയിൽ നിന്ന് കൊടൈക്കനാലേക്ക് പോകുന്ന റൂട്ടാണിത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കൊടൈക്കനാലേക്ക് ഏകദേശം ഒരു 65 കിലോമീറ്റർ ദൂരമാണുള്ളത്. അപ്പോൾ നമുക്ക് ഇനി കാണാനുള്ളത് കൊടൈക്കനാലിലെ കാഴ്ചകളാണ്. അപ്പോൾ പൊള്ളാച്ചിയിലെ കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പൊള്ളാച്ചിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇതോടെ തീരണേണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൊടൈക്കനാലിലെ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.